This news is brought to you by ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗവും 2026-28 വർഷത്തേക്കുള്ള ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ചെറുപുഴ ലയൺസ് ഹാളിൽ വെച്ച് നടന്ന ജനറൽ ബോഡി യോഗം KVVES ജില്ലാ പ്രസിഡന്റ് ദേവസ്യ മേച്ചേരി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ജെ സെബാസ്റ്റ്യൻ അധ്യക്ഷത വഹിച്ചു. യൂണിറ്റ് വൈസ് പ്രസിഡന്റ് കെ നിയാസ് സ്വാഗതം ആശംസിച്ചു. ജനറൽ സെക്രട്ടറി രാജേഷ് ATV പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ ജോൺസൺ C പടിഞ്ഞാത്ത് വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ചെറുപുഴയിലെ വ്യാപാരിയായിരുന്ന KP ലക്ഷ്മണന് യാത്രയയപ്പ് നൽകി. KVVES ജില്ലാ സെക്രട്ടറി SV കുഞ്ഞിരാമൻ, മേഖലാ പ്രസിഡന്റ് റോയി ജോസ്, സുജിത് TV, ജിൻഡോ ജോയി, ബിന്ദു ജേക്കബ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. തുടർന്ന് ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പും നടന്നു. പ്രസിഡന്റായി ജെ സെബാസ്റ്റ്യനെയും സെക്രട്ടറിയായി ATV രാജേഷിനെയും ട്രഷററായി ജോൺസൺ C പടിഞ്ഞാത്തിനെയും തെരഞ്ഞെടുത്തു. അതുകൊണ്ടാണ് നമുക്ക് വ്യാപാരികൾക്ക് ഇപ്പോൾ വെറുതെ ഇരിക്കേണ്ടുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം വിദേശത്ത് കടന്നുകയറ്റം, ഓൺലൈൻ വ്യാപാരങ്ങളുടെ കടന്നുകയറ്റം, അതുപോലെ കാർഷിക മേഖലയിലെ വിവിധ തളർച്ചയെല്ലാം ആ കാർഷിക മേഖല തകർന്നു പോയതോടുകൂടി വ്യാപാര മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയും ഇതെല്ലാം നാം ചിന്തിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. ഇങ്ങനെ വരുന്ന വ്യാപാരികൾക്ക് ഇങ്ങനെ ഈ ഒരു പ്രതിസന്ധിയിൽ എങ്ങനെയാണ് നമ്മൾ സഹായിക്കാൻ കഴിയുക ഗവൺമെന്റുകൾക്ക്, അതാണ് നാം ചിന്തിക്കേണ്ടത്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ജില്ലാ സർക്കില്ലാത്തതുകൊണ്ട് അദ്ദേഹം മിക്കപ്പോഴും ഇവിടെ ചൂട് കൊടുക്കുമ്പോൾ അദ്ദേഹം വിദേശത്തേക്ക് പോകും, അപ്പുറത്തേക്ക് പോകും. അങ്ങനെയായപ്പോൾ അദ്ദേഹത്തിന്റെ മേഖലയിലെ നെല്ലിപ്പാടിന്റെ ജംബോഡി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചു. ഞാൻ അവിടെ പോയി. അവിടെയും ചർച്ച ചെയ്തത് ഈ വിഷയം തന്നെയാണ്. ഓൺലൈൻ വ്യാപാരത്തിന്റെയും മറ്റുള്ള ബുദ്ധിമുട്ടുകളും സ്കൂൾ സംഘടനകളും വ്യാപാരം ഒക്കെ ചർച്ച ചെയ്തു. നമുക്ക് ഇതിനെയൊക്കെ നിയമമൂലം ചേർത്ത് നോക്കുക കാലതാമസം വരാൻ പോകുന്ന കാര്യമാണ്. ഒരു കുടുംബത്തിലെ 3 അംഗങ്ങളെ ചേർത്ത 118 ആളുകൾ. ആ 118 ആളുകൾ തെരഞ്ഞെടുക്കപ്പെടാതെ ആശ്രയ പദ്ധതിയുടെ പ്രവർത്തക സമിതി അംഗങ്ങളാണ്. 1 ലക്ഷം രൂപയുടെ ഇപ്പോൾ 1000 ആളുകളുണ്ട്. അതിൽ നിന്ന് 10 ആളുകൾ തെരഞ്ഞെടുക്കും. ആ 10 ആളുകൾ തെരഞ്ഞെടുക്കുന്നത് 1 ലക്ഷം രൂപ അടച്ച ആളുകളുടെ യോഗത്തിലാണ് അവരെ തെരഞ്ഞെടുക്കുന്നത്. പിന്നീട് 2000 രൂപ അടച്ച് ഈ പദ്ധതിയിൽ ചേർന്ന അംഗങ്ങളിൽ നിന്ന് മേഖലാ ബേസിലാണ് കണ്ടെത്തിയിട്ടുള്ളത്. ആനുപാതിക ക്രമം അനുസരിച്ച് 16 മേഖലകളിൽ നിന്നും അംഗങ്ങളെ തെരഞ്ഞെടുക്കും. അവരുടെ എണ്ണം ഇപ്പോൾ 30. പിന്നെ കാലാകാലങ്ങളിൽ മാറി മാറി വരുന്ന ജില്ലാ പ്രസിഡന്റ്, ജില്ലാ ജനറൽ സെക്രട്ടറി, ജില്ലാ ട്രഷറർ, അതല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി നോമിനേറ്റ് ചെയ്യുന്ന 5 അംഗങ്ങൾ, ആശ്രയ കമ്മിറ്റിയുടെ യോഗം മുഴുവൻ അശാന്തിയുടെയും അപശക്തിയുടെയും കഴിവുകൂടി നീങ്ങിക്കൊണ്ടിരിക്കുക. യുദ്ധം ഒന്നിനും പരിഹാരമല്ല എന്ന് അറിയുന്ന നേതാക്കന്മാർ അവർ യുദ്ധപ്പൊതിയിൽ ഏർപ്പെട്ടുകൊണ്ട് മനുഷ്യന്റെ നാശനഷ്ടം, മനുഷ്യവാസത്തിന്റെ നാശനഷ്ടം വെട്ടിക്കൊണ്ടിരിക്കുക. ലക്ഷോപലക്ഷം ജനങ്ങളുടെ മരണം മാത്രമല്ല, 1000 കോടി രൂപയുടെ നഷ്ടങ്ങൾ മാത്രമല്ല, മാനവരാശിക്ക് തന്നെ ഭീഷണിയായിട്ട് പുതിയൊരു തലമുറ ഇനി ജീവിക്കുവാൻ അനുവദിക്കുവാൻ തരത്തിലുള്ള യുദ്ധപ്പൊതിയിലാണ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മളൊക്കെ ഇവിടെ ഇരുന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? അത് അവരെയല്ലേ, നമുക്ക് എന്താണ് പ്രശ്നം, നമുക്ക് വിഷയങ്ങളൊന്നും ഇല്ലല്ലോ, അത് അവർ തമ്മിൽ തീർക്കട്ടെ എന്ന് പറഞ്ഞു. ഈ കാലയളവിൽ നമ്മളെ വിട്ടുപിരിഞ്ഞ മുൻ മുഖ്യമന്ത്രി V. S. അച്യുതാനന്ദൻ, KVVES കണ്ണൂർ ജില്ലാ മുൻ പ്രസിഡന്റ് KE ബസവൻകുഞ്ഞാണ്ടി, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങൾ, നമ്മുടെ യൂണിറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന ജോർജ് ഭട്ടോത്ത്, മുൻ മെമ്പർമാരായ ശ്രീ ഉള്ളൂർ അഗസ്റ്റിൻ, ശ്രീ AG മോഹൻ, മെമ്പർമാരുടെ മാതാപിതാക്കൾ, യൂണിറ്റ് കുടുംബാംഗങ്ങൾ, ബന്ധുമിത്രാദികൾ എന്നിവർക്ക് അനുശോചനം രേഖപ്പെടുത്തി. വാർഷിക ജനറൽ ബോഡി 2025
വ്യാപാരി വ്യവസായ ഏകോപന സമിതി ചെറുപുഴ യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗം 2025 മെയ് 22 തീയതി രാവിലെ 10 മുതൽ ചെറുപുഴ ലയൺസ് ഹാളിൽ നടന്നു. യോഗത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് ജെ സഭാഷ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് ശ്രീ കെ എം ഹരിദാസ് മുഖ്യാതിഥിയായിരുന്നു. 10,000 രൂപ വരവ്. വാടകയിനം മിനി ഹാൾ 10,500, ടോമി തോമസ് 2,03,250, മഹത് ടേഴ്സ് 41,875. കളിപ്പറമ്പ് ദുരിതാശ്വാസ നിധിയിലേക്ക് മെമ്പർമാരിൽ നിന്നും സംഭാവനയായി ലഭിച്ചത് 1,47,900 രൂപ. സന്തോഷ് സഹായ നിധിയിലേക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നിന്നും സംഭാവനയായി ലഭിച്ചത് 30,500 രൂപ. നമ്മുടെ ജില്ലാ പദ്ധതികളായ ആശ്രയ പദ്ധതി, കാരുണ്യ പദ്ധതി ഇവയുടെ അലവൻസ് ആയിട്ട് യൂണിറ്റിന് ജില്ലയിൽ നിന്നും ലഭിച്ചത് 77,473 രൂപ. അമ്മു, നിനക്ക് ഓർമ്മയുണ്ടോ നിന്റെ കുട്ടിക്കാലം? നിന്റെ കളിയും ചിരിയും കുസൃതിയും, പിന്നെ നിന്റെ ആ കുട്ടിച്ചോദ്യവും. ഇതെനിക്ക് തരുമോ? തരില്ല. ഇതേ എനിക്ക് എന്റെ അമ്മ തന്നതാ. മുത്തശ്ശിക്ക് ഇതാര് കൊടുത്തതാ? മുത്തശ്ശിയുടെ അമ്മ കൊടുത്തത്. അപ്പൊ ഇത് ശരിക്കും മാറിയ? ഇതെനിക്ക് തരുവോ? ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.